സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സുപ്രധാന പദ്ധതി തുടരുന്നതിനുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തിന് ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ സംയോജിതമായ ഇടപെടലും അന്വേഷണവും ഉറപ്പുവരുത്തുന്നതിനും കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുമായി 1179.72 കോടി രൂപ ചെലവിൽ നടപ്പാക്കുന്ന പദ്ധതി തുടരുന്നതിനാണ് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത്. ബഹിരാകാശ മേഖലയിലെ നേരിട്ടുള്ള വിദേശ നിക്ഷേപ നയത്തിലെ ഭേദഗതിക്കും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. വർദ്ധിച്ച സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ ബഹിരാകാശ മേഖലയിൽ ഇന്ത്യയുടെ സാധ്യതകൾ തുറക്കുന്നതിനുള്ള കാഴ്ചപ്പാട് നടപ്പാക്കുന്നതാണ് 2023 ഇന്ത്യൻ ബഹിരാകാശ നയം. FDI നയം ഭേദഗതി ചെയ്യുന്നതിലൂടെ ബഹിരാകാശ മേഖലയിൽ 100% വിദേശ നിക്ഷേപം സാധ്യമാകും. ബഹിരാകാശത്ത് ഇന്ത്യൻ കമ്പനികളിൽ നിക്ഷേപം നടത്താൻ സാധ്യതയുള്ള നിക്ഷേപകരെ ആകർഷിക്കുക എന്നതാണ് ഭേദഗതിയുടെ ലക്ഷ്യം. 2024-25 കാലയളവിൽ കരിമ്പിന് പഞ്ചസാര ഫാക്ടറികൾ നൽകേണ്ട ന്യായവും ലാഭകരവുമായ വിലയ്ക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. കരിമ്പിന് ക്വിന്റലിന് 340 രൂപ എന്ന നിരക്കിൽ ന്യായവും ലാഭകരവുമായ വിലയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. 2023-24 സീസണിലെ കരിമ്പിന്റെ FRPയേക്കാൾ 8% കൂടുതലാകും കരിമ്പിന്റെ പുതുക്കിയ FRP വില. ഈ വർഷം ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ദേശീയ ലൈവ് സ്റ്റോക്ക് മിഷനിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കുതിര, കഴുത, കോവർകഴുത, ഒട്ടകം എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള സംരംഭങ്ങൾക്ക് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും 50% മൂലധന സബ്സിഡിയോടെ 50 ലക്ഷം രൂപ വരെ നൽകും. കുതിര, കഴുത, ഒട്ടകം എന്നിവയുടെ സംരക്ഷണത്തിനും സംസ്ഥാന സർക്കാരിന്റെ സഹായം നൽകും. പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുതിര, കഴുത, ഒട്ടകം എന്നിവയ്ക്കുള്ള ബീജ സ്റ്റേഷനും ന്യൂക്ലിയസ് ബ്രീഡിംഗ് ഫാമും സ്ഥാപിക്കുന്നതിന് കേന്ദ്ര സർക്കാർ 10 കോടി നൽകും. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പ്രളയ നിയന്ത്രണ അതിർത്തി പ്രദേശ പരിപാടി തുടരുന്നതിനുള്ള ജലവിഭവ വകുപ്പിന്റെ നിർദ്ദേശത്തിനും കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. 2021-22 മുതൽ 2025-26 വരെയുള്ള 5 വർഷത്തേക്ക് പദ്ധതി തുടരുന്നതിന് മൊത്തം 4100 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.